ആണ്ട്രാ പുള്ളിക്കാരി 200 കിലോയുടെ മീൻ്റെ കാര്യം പറഞ്ഞില്ല. ആ സാധനമല്ലേ ഇത്? നോക്കിയേ, അതേടാ, അതെ അതെ, അത് തന്നെ സാധനം. നോക്കിയേ എൻ്റെ പൊന്നടാവേ. എടാ ഇക്കിളി എടുക്കുന്നത് ഞാനില്ല, നീ എൻ്റെ അച്ഛൻ കാണിക്കും. ഞാൻ പോവാ. എടാ ആൽവിനെ, ഒരു കാറല്ലേടാ ഈ അക്വേറിയം ആക്കിയിരിക്കുന്നേ? നോക്കടാ, ഒരു കാറല്ലേ അത്? എൻ്റെ പൊന്നടാ, ഇവന്മാരുടെ ക്രിയേറ്റിവിറ്റി സമ്മതിക്കണം കേട്ടോ. ആളെ സംഭവം എന്നാണെന്നറിയോ, ഈ പ്രതിമ ഉണ്ടാക്കാൻ വന്നവൻ സണ്ണി ലിയോണിൻ്റെ ഏതോ വീഡിയോ സത്യം നീ നോക്കിയ കറക്റ്റ് ഫേസ് അല്ലേ? എൻ്റെ പൊന്നു മോനെ, ഈ കിടക്കണ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ പാവാൻ തോന്നുമെങ്കിലും പിരാനയാണ് കേട്ടോ അവർക്ക്. എൻ്റെ പൊന്നട, ആ പുള്ളിക്കാർ പറഞ്ഞു നീ കേട്ടോ, നമ്മുടെ കയ്യിൽ ചെറിയൊരു മുറിവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറ്റാക്ക് ചെയ്യുമെന്ന്. എന്നെ കാണാമല്ലോ, ഇത് മീനാണ്ടാവും ഇതൊക്കെ. എടാ ഇത് ശരിക്കും പറയാൻ നിരാശപ്പെടുത്തി കേട്ടോ. ബാക്കിയെല്ലാം ഓക്കെയാണ്, പക്ഷേ ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ പെൻഗ്വിൻ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സിക്ക് കുറച്ച് തണുപ്പ് കൂട്ടിയിട്ടിട്ട് എന്തുവാണ് ഇത് അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ്, ഇത് മാത്രമേ നെഗറ്റീവ് എന്ന് പറയാനായിട്ടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. KL ട്രാവൽ ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സിജോ നല്ലാപ്പാറയാണ്, കൂടെ തന്നെ ഞങ്ങളുടെ ആലുന്തിരുവല്ല ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചാവക്കാട് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിട്ട വീഡിയോ, അതായത് ഫാമില്ല, ചാവക്കാട് ഫാമില്ലയുടെ കണ്ടിന്യൂഷനാണ്. മറൈൻ വേൾഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനോട് അതായത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരു 100 മീറ്റർ മാത്രം ദൂരമുള്ള മറൈൻ വേൾഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മറൈൻ വേൾഡും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം വീഡിയോക്കകത്ത് കണ്ട പോലെ വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. എത്ര ആളുകൾ വന്നു കഴിഞ്ഞാലും കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മറൈൻ വേൾഡിൻ്റെ ഒരു എൻട്രൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് അകത്തേക്ക് കയറി നമ്മൾ ഒരാൾക്ക് 400 രൂപ വില വരുന്ന ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 400 രൂപയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ആലോചിച്ചു 400 രൂപയ്ക്കുള്ള വേർത്ത് ഉണ്ടോ എന്നുള്ളത് കേട്ടോ. കാരണം ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അറിയില്ല. കുറച്ച് മീനുകളെ കാണിച്ച് നമ്മളെ പറ്റിക്കാനാണോ എന്ന് നമ്മൾ എന്നൊക്കെ ഒരു വിചാരം നമ്മുടെ മനസ്സിലൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും വേണ്ടില്ല, നമ്മൾ 400 രൂപ ടിക്കറ്റ് എടുത്തു. ഏറ്റവും അകത്തേക്ക് നമ്മൾ കയറി പോവാണ്. പോകുന്ന വഴിക്കൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സ്നാക്ക് പാർക്കുകളുണ്ട്, അല്ലെങ്കിൽ ചെറിയ ടീ ഷോപ്പുകൾ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിത് ടിക്കറ്റ് എടുത്തിട്ട് നേരെ നമ്മൾ അകത്തേക്ക് കയറിപ്പോയി. എന്താണ് നമ്മളെ അത്ഭുതപ്പെടുത്താൻ പോകുന്ന കാഴ്ചകളാണ് അകത്തുള്ളത് എന്ന് നമുക്ക് അറിയണം. അതറിയാനായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രേക്ഷകരെ കാണിക്കണമല്ലോ. തീർച്ചയായിട്ടും നമ്മൾ നേരെ അകത്തേക്ക് പോയി ഒരു സെക്യൂരിറ്റി ചേട്ടൻ നമ്മൾ ടിക്കറ്റൊക്കെ മേടിച്ച് ചെക്ക് ചെയ്തു. നമ്മൾ നേരെ അകത്തോട്ട് കയറിക്കോളാൻ പറഞ്ഞു. കയറിയ വഴി എൻ്റെ പൊന്നു മക്കളെ കണ്ടത് കാഴ്ചയാണ്, ഞെട്ടിപ്പോയി കേട്ടോ. അതായത് ഒരു പഴയ പത്മിനി കാറ്, ആ കാറിനെ ഒരു അക്വേറിയമായിട്ട് മാറ്റിയിരിക്കുക. നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇതാന്നേ. കാരണം വേറൊന്നുമല്ല, നമ്മൾ നേരെ ഒരു മനുഷ്യനെ എക്സൈറ്റ് ചെയ്യിക്കാനായിട്ട്, അല്ലെങ്കിൽ അവനെ അത്ഭുതപ്പെടുത്താനായിട്ട് വേറെ എന്താ വേണ്ടത്? ഇയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അക്വേറിയം കാണുന്നത്. കാരണം ഇത്ര വെറൈറ്റി ആയിട്ട് ക്രിയേറ്റിവിറ്റി ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾക്കാരെ നമ്മൾ കാണണമല്ലോ. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ കിളി മാറി. അപ്പം നമുക്ക് മനസ്സിലായി അതിന് അകത്തേക്കുള്ളത് ഇതൊക്കെ മേലുള്ള സാധനങ്ങളാണെന്ന്. തൊട്ടടുത്ത് കണ്ട സംഭവം ഇത്, അതായത് സമുദ്രത്തിലെ കൊട്ടാരം എന്നാണ് ഇവരെൻ്റെ തീം കൊടുത്തിരിക്കുന്നത്. സമുദ്രത്തിനടിയിൽ കൊട്ടാരം, അതാണ് ഇവരൊരു തീം ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ ആദ്യം ചുമ്മാ കണ്ടപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ പല വിവിധ നിറത്തിലുള്ള ചെറിയ മീനുകളെ നമ്മൾ കണ്ടത്. പക്ഷെ ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനകത്തെ വർക്ക് എത്ര മനോഹരമായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. വലിയൊരു കൊട്ടാരത്തിനൊരു മാതൃകയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കിളിവാതിലുകൾ മുതൽ മെയിൻ ഡോറ് വരെ പലതും ഡീറ്റെയിൽ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് എന്തുമാത്രം അതിനകത്തൊരു ഫോക്കസ് കിട്ടുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഫ്രണ്ടിൽ ഈ മീൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഈ കുഞ്ഞ് വർണ്ണ മത്സ്യങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എത്രമാത്രം ഫോക്കസ് കിട്ടുമെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. അതിലും വലിയ സംഭവം നമ്മളിപ്പോൾ കണ്ടത്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിലും വലിയ സംഭവം. കാരണം ഒരു ക്യൂബ്, ഈ ക്യൂബിനകത്തൊരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഒറ്റക്കല്ലിൽ തീർത്ത ശില്പം എന്നൊക്കെ പറയില്ല, എന്ന് പറഞ്ഞ പോലെ. എൻ്റെ പൊന്നു മക്കളെ, ഇത് നേരിട്ട് കാണണം. അന്യ വൈബാണ്. അന്യ വൈബ് എന്ന് പറഞ്ഞാൽ അന്യ വൈബ്. ഒരു ക്യൂബിനകത്ത് ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാലോ അടുത്തത് വരും. അതും ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. കാരണം ഒരു പെട്ടിയോട്ടയ്ക്കകത്ത് നമ്മൾ തട്ടുകട നടത്തുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പഴക്കച്ചവടം നടത്തുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അക്വേറിയം നടത്തുന്ന നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്ക് എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് കേട്ടോ. കാരണം എന്നാ ചോദിക്കുകയാണെങ്കിൽ അന്യ ക്രിയേറ്റിവിറ്റിയാണ്. കാരണം ഇവർ എത്രമാത്രം ഇവർ ചിന്തിച്ചിട്ടുണ്ടാവും എങ്ങനെ ആളുകളെ അട്രാക്റ്റ് ചെയ്യാന്നുള്ളത് അല്ലേ. ഭയങ്കര രസമാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, മുന്നോട്ട് പോകും തോറും വെറൈറ്റി ആയിട്ടുള്ള പൊളി കാഴ്ചകളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം 100% ഉറപ്പിച്ച് തന്നെ നമ്മൾ അകത്തോട്ട് കയറിയത് കേട്ടോ. അപ്പോൾ ചെല്ലുന്ന വഴി വിവിധ തരത്തിലുള്ള മീനുകളെ ഓരോ അക്വേറിയങ്ങളായിട്ട് ഇവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും പേര്, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഇയർ, അതിൻ്റെ സ്വദേശമൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം വിവരിച്ച് നിങ്ങളോട് പറയാൻ നിൽക്കുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് 1.5 മണിക്കൂറിന് മേളിൽ പോകും. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ അധികം സംസാരിക്കുന്നില്ല. എന്നാലും കിട്ടുന്നതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കൂടുതൽ കാഴ്ചകൾ നിങ്ങളെ കാണിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കി തരിക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തന്നെയല്ല, നമ്മൾ ഈ വീഡിയോ കാണുന്നതിനേക്കാളൊക്കെ എത്രയോ മനോഹരമായിരിക്കും എന്നറിയാം നിങ്ങൾ നേരിട്ട് പോയി കാണുമ്പോഴത്തേക്കും. അത്രയ്ക്ക് രസമുള്ള കാഴ്ചകൾ കേട്ടോ. ഇത് വൈറ്റ് ഷാർക്കാണ് കേട്ടോ. വൈറ്റ് ഷാർക്ക് എന്നാണ് അവിടുത്തെ ഉള്ളൊരു ചേച്ചി നമ്മളോട് പറഞ്ഞു തന്നത്. ഏറ്റവും വലിയ പ്രത്യേകത, ഓരോ സെക്ഷനിലും ഇഷ്ടംപോലെ സ്റ്റാഫുകളുണ്ട്. നമുക്ക് ഒരു സംശയം വന്നാൽ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ പറ്റുന്ന സ്റ്റാഫുകളുണ്ട് കേട്ടോ. അവരും ഭയങ്കര സഹകരണമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ പുറകിൽ ഈ സ്റ്റാഫുകളുടെ ഒരു പങ്ക് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. മുമ്പോട്ട് പോകുന്നതോടെ നമ്മൾ പറഞ്ഞില്ലേ, കലാകാരന്മാരുടെ കരവിരുത് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന പല ഐറ്റംസും ഈ ഒരു മറൈൻ വേൾഡിൽ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഞങ്ങളെ എക്സൈറ്റ് ചെയ്യിച്ച് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഇത്രയും മുതൽ മുടക്കി ഒരാളൊരു സംഭവം ചെയ്തിട്ട്, അതായത് ജസ്റ്റ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർ മാത്രം വന്ന് കാണും എന്നാണ് നമ്മുടെയൊക്കെ ധാരണയെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ കേട്ടോ. കാരണം പലരുടെയും ക്രിയേറ്റിവിറ്റി, പലരുടെയും തലമണ്ടയൊക്കെ ഉപയോഗിച്ചിട്ട് പലതും ചെയ്ത് ആളുകളെ, അതായത് മീനുകളെ കാണാൻ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഇവിടെ വന്നു കഴിഞ്ഞാലും ഒരു നിമിഷം അതൊന്ന് നോക്കി നിന്ന് പോകുന്ന തരത്തിലാണ് ഇവർ പലതിനെയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ശില്പങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഉണ്ടല്ലോ, ഓരോ തീമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അലാവുദ്ദീനും അത്ഭുത വിളക്കുമാണ്. അതായത് അത്ഭുത വിളക്ക് കിട്ടി അതിനകത്തുനിന്ന് ചാടിപ്പോകുന്ന ഭൂതത്താനില്ലേ, അതിനായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇങ്ങനെ വെറൈറ്റീസ് ആയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പോട്ട് പോകുന്തോറും പിന്നെയും നമ്മളെ എന്നാ പറയുന്നത്, നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഈ മീനിൻ്റെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര സങ്കടത്തിലാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ ഫേസൊക്കെ നോക്കി ഭയങ്കര സങ്കടമുള്ള ടീമാണെന്നല്ലേ തോന്നത്തുള്ളൂ. രസമാണ് കേട്ടോ, കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടക്കാം. ഇപ്പം നമ്മൾ രാവിലെ ഒരു 10 മണിക്കൊക്കെ കയറിയുണ്ട്, വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മൾ കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കണ്ടുപോയി. അടുത്ത ടീം വന്നിരിക്കുന്നത് മത്സ്യകന്യകയാണ്. മത്സ്യകന്യക ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു, ചുറ്റുംപുറവും മത്സ്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നു. എല്ലാത്തിനും ഓരോ തീമൊക്കെ കൊടുത്തുകൊണ്ട് വളരെ രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാനുള്ളത്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു എക്സൈറ്റ്മെൻറ്റായി. ഇനി എന്താണ് നമ്മൾ അടുത്ത് കാത്തിരിക്കുന്നത്? ജസ്റ്റ് ഈ മീനുകൾ മാത്രമാണ്, വേറെ എന്തൊക്കെയുണ്ട്, ഏതൊക്കെ വെറൈറ്റീസ് മീനുകൾ ഇവിടെ വന്നിട്ടുണ്ട്, എല്ലാം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെയാണ് ഞാനും നമ്മുടെ ചങ്ക ആലിനോടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അരാപ്പൈമ മീനുകളെ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കിടക്കുന്നത് അരാപ്പൈമ എന്ന് പറയുന്നത് ചെറുതുകളാണ്. അതായത് 40, 60, 80, 120, 160 അങ്ങനെ വിവിധ ഭാരത്തിലുള്ള അല്ലെങ്കിൽ തൂക്കത്തിലുള്ള മീനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിനെയൊക്കെ കാണാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം എല്ലാം കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാം കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ, അതായത് നമ്മളൊക്കെ ചില സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഷാർക്കുകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള മീനുകളൊക്കെ നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. നമ്മൾ ആ പാലം കയറി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ വരുന്നത് എവിടെയാണെന്നറിയോ? ഒരു ഫിഷ് സ്പായിലേക്കാണ്. അതായത് നമ്മൾ ചില സ്ഥലങ്ങളിൽ ക്യാഷ് കൊടുത്തിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഫിഷ് സ്പാ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫ്രീ ആണ്, സൗജന്യമാണ്. അപ്പോൾ ഞാനും ഇരുന്നുണ്ട്. വയറ് കാരണം ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നല്ല ഇരുന്ന് നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. ബഹു രസമാണ് കേട്ടോ. ഈ മീനുകൾ വന്ന് കാലയിലേക്ക് കയറിയിട്ടൊരു പരിപാടിയാണ്. എൻ്റെ പൊന്നു മക്കളെ, ഇക്കിളി എടുത്തിട്ട് മനുഷ്യൻ്റെ ഇടപാട് തീരും. അമ്മാതിരി പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ കാലിന് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാനൊക്കെ പറ്റിയ സാധനം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എനിക്കറിയില്ല കേട്ടോ. അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിച്ചു തരണം കേട്ടോ. ശേഷം അവിടെ നമ്മൾ ചുറ്റും പുറം നോക്കുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇതുപോലെ തന്നെ ഫിഷ് പാസ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു അക്വേറിയം കിട്ടിയാൽ അകത്ത് നമുക്ക് കയറി നിൽക്കാം. അങ്ങനെ എന്തുകൊണ്ടും അല്ലെങ്കിൽ എല്ലാം കൊണ്ടും നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് മറൈൻ വേൾഡ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ചാവക്കാടാണ് സ്ഥലം. ഏതെങ്കിലും ആളുകൾ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തൃശ്ശൂർ ചാവക്കാട് ഗൂഗിൾ മാപ്പ് മറൈൻ വേൾഡ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവർ നമ്മളെ കൊണ്ടെത്തിക്കും കേട്ടോ. ഇത് മാത്രമല്ല, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വെറൈറ്റി സംഭവം ഉള്ളതൊരു ഫാം വില്ലയാണ്. ഫാം വില്ലയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്ത ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറുക, ആ വീഡിയോ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നമുക്ക് അറിയിച്ചു തരണം കേട്ടോ.
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫിഷ് പായുടെ കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഏരിയ മുഴുവൻ ഒരു 150 പേർക്ക് സുഖമായിട്ട് ഒരേ സമയം ഇരുന്നുകൊണ്ട് ഇത് ഈ മസാജ് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാണ് കേട്ടോ ഇവരിതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഒരു കോഫി ഷോപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വരുമ്പോഴത്തേക്ക് ചെറിയൊരു പ്രതിമ നമ്മൾ കണ്ടു. അപ്പോൾ അതിനകത്ത് ഒരു കൗതുകം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ മത്സ്യകന്യകയുടെ മുഖത്തിന് സണ്ണി ലിയോണിൻ്റെ ഒരു ചെറിയൊരു ഷേപ്പുണ്ട്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു കൗതുകമായി കേട്ടോ. അത് അങ്ങനെ ഒരു വെറൈറ്റിയാണ്. നമ്മളെവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് ആണുങ്ങളല്ലേ, ആ രീതിക്കൊക്കെ ചിന്തിക്കത്തുള്ളൂ, പോട്ടെ വിട്ടുകളാം. അപ്പോൾ വീണ്ടും നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത കാഴ്ചകളിലേക്ക് വേണം നമുക്ക് പോകാനായിട്ട്. നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടി കേട്ടോ. അപ്പം കാഴ്ചകൾ എത്ര കണ്ടാലും മതിയാകത്തില്ല. ചെറുതും വലുതുമായിട്ടുള്ള മീനുകളെ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവർ തന്നിരിക്കുന്നത്. നമ്മൾ അവിടുന്ന് നേരെ ഇനിയും പോകാൻ പോകുന്നത് ഒരു പെൻഗ്വിൻ വേൾഡിലേക്കാണ്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ അത് എനിക്കൊരു പെൻഗ്വിൻ വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടെ പ്രതീക്ഷിച്ചു. ഒരു സ്നോ പാർക്കിൻ്റെ സെറ്റപ്പ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അത് ഉണ്ടായില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. സ്നോ പാർക്കിൻ്റെ സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, നമ്മുടെ സ്നോ പാർക്കിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്കൗണ്ടിൽ കയറി കാണണേ. അപ്പോൾ സ്നോ പാർക്കിൻ്റെ ഒരു സെറ്റപ്പ് ഒന്നും കിട്ടിയില്ല. എങ്കിൽ പോലും AC കുറച്ച് ഒരല്പം കൂട്ടി കുറച്ചും കൂടെ തണുപ്പ് ഉണ്ടാക്കി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്നെ ഒന്ന് നിരാശപ്പെടുത്തി. പക്ഷേ സാരമില്ല, മുന്നോട്ട് പോകുന്നതോറും കൂടുതൽ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കിനി ഒരു റെയിൻ ഫോറസ്റ്റിലേക്ക് കയറാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്നറിയോ, ചെറിയ ചെറിയ അക്വേറിയംസാണ് ഇവിടുത്തെ കുഞ്ഞൻ മത്സ്യങ്ങളായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനല്ല ഞാൻ പറഞ്ഞത്, ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു മീനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്നതാണ് ഇനം തിരിച്ച് പറയാനൊന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർ നമ്മളോട് ക്ഷമിക്കുക. അതിനുശേഷം നമ്മൾ റെയിൻ ഫോറസ്റ്റിലേക്ക് നൈസായിട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് അവിടെ ശരിക്കും ഈ മറ്റേ ഡൈനോസറസിൻ്റെയൊക്കെ ഫോസിലൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു കൃത്രിമമായിട്ടുണ്ടാക്കിയ വനമാണെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം വിശ്വസിക്കുമോ? സത്യമാണ്. ശരിക്കും ഏതോ ഒരു കലാകാരൻ്റെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഏതോ ഒരു കലാകാരൻ്റെ തലമുറയിൽ ഉദിച്ചു വന്ന ഒരാശയമാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മുകളിൽ നിന്ന് ചെറിയ വെള്ളച്ചാട്ടം അരുവിയൊക്കെ വരുന്ന ഒരു സെറ്റപ്പിലേക്ക് അങ്ങ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ വരച്ചിട്ടുണ്ട്. ബാക്കി മാന അത് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഫ്രണ്ടിലൊരു തടാകം, ആ തടാകത്തിൽ കുറേ മത്സ്യങ്ങൾ കിടക്കുന്നു. ഒരു റെയിൻ ഫോറസ്റ്റിൽ നിൽക്കുന്നൊരു പ്രതീതി നമുക്ക് ലഭിക്കുന്നുണ്ട്. ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഇടയ്ക്കൊന്ന് ചീറിപ്പോകും. അപ്പോൾ നമുക്ക് തോന്നുന്നൊരു ചാറ്റൽ മഴ പെയ്യാണെന്ന് നമുക്ക് തോന്നും. ആ ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ വിവരിച്ച് തന്നുകൊണ്ടിരുന്നതാട്ടോ നമ്മൾ കണ്ടത്. അപ്പം എല്ലാം കൊണ്ടും ഇവിടെ നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് കയറുന്നൊരുത്തനെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നുള്ള കാര്യം 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതായത് നിങ്ങളിതിനകത്ത് 400 രൂപ മുടക്കി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നിനൊരു ഇത് തോന്നില്ല. കാരണം അയ്യോ ഇതിന് ഇത്ര രൂപ മുടക്കേണ്ട കാര്യമുണ്ടോ, ഇത് കുറച്ച് മീനല്ലേ, ഇതിനെ കണ്ടിട്ട് എന്ത് കിട്ടാനാ എന്നൊരിക്കലും നമുക്ക് തോന്നില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല ടൈപ്പായിട്ടുള്ള മീനുകൾ, അതിനെയൊക്കെ നമ്മൾ നേരിട്ട് നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ കാണുക എന്നുള്ളതും, പിന്നെ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, ഏത് രാജ്യക്കാരനാണ്, അവൻ്റെ സ്വദേശം എവിടെയാണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇവരുടെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതൊക്കെ നമ്മളെ വീഡിയോക്കകത്ത് ഇടാത്തത് സമയത്തിൻ്റെ ഒരു പരിമിതി മൂലമാണ് കേട്ടോ, ക്ഷമിച്ചേക്കുക. നമ്മളെന്തായാലും റെയിൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കാഴ്ച എന്താണ് എന്നുള്ളൊരു ആകാംക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് കുഞ്ഞു അക്വേറിയംസ് ആട്ടോ. ഇതും ചെയ്തിരിക്കുന്നത് ഒരു ഓർഡറിലൊക്കെയാണ് കാണാനായിട്ട്. നമ്മൾ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തുമാത്രം ഇതിനകത്തൊരു ഭംഗി കിട്ടും എന്നെനിക്കറിയില്ല. പക്ഷേ ഇതിനകത്ത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ്, നേരിട്ട് കാണുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ്. ഇത് നമ്മുടെ സൂപ്പർ ശരണ്യ സിനിമയ്ക്കകത്ത് കാണിക്കുന്നൊരു ഫിഷില്ലേ, അതിൻ്റെ വിവിധ തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്നൊരു ചേച്ചി നമുക്ക് പറഞ്ഞു തന്നാ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഓരോന്നിനകത്തും ഓരോ തീം അവർ ഒരുക്കിയിട്ടുണ്ട്, ഓരോ ശില്പങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇത് ശരിക്കും കുറച്ച് നമ്മൾ ലോങ് ഷോട്ടിൽ കാണുമ്പോഴത്തേക്ക് ഇതൊരു എന്താ പറയുക, നമ്മളിതൊരു ഹാർട്ടിൻ്റെയാണ് നമുക്ക് തോന്നുന്നത്. ഈ കിടക്കുന്ന ടീമിനെ കണ്ട് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ റോക്ക് ഫിഷാണ്. അതായത് റോക്ക് ഫിഷാണ്. ഇയാളുടെ കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, ഇതെല്ലാം ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇയാളുടെ ചെകിളയെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോക്ക് ഫിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളോർക്കും ഇത് എന്താ സംഭവം എന്ന്. പക്ഷേ ശരിക്കും ഒരു കല്ല് പോലെയല്ല തോന്നിയത്. ഇയാളെ കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി കേട്ടോ. പിന്നീട് അവിടുന്ന് മുന്നോട്ട് പോകുന്തോറും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ മാത്രമേ അവിടെ ഉള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എല്ലാം വെറൈറ്റീസാണ്, ഒന്നിനൊന്നും മെച്ചമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഓരോന്നും നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെയും മത്സ്യങ്ങൾ ഈ ഭൂമുഖത്തുണ്ടോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്ന രീതിയിലാണ്
ഓരോന്നിനെ നമുക്ക് കാണാൻ പറ്റുക. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഈ ഷാർക്കിൻ്റെ ഒക്കെ ഒരു സെക്ഷനിലേക്ക് വരാറായി. ഷാർക്ക് എന്ന് പറയുമ്പോഴേക്കും ഒരുപാടൊന്നുമില്ല കേട്ടോ, 1-2 ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു സെക്ഷൻ്റെ മുന്നറിയിപ്പാണ് നമുക്ക് ആ തന്നിരിക്കുന്ന ഒരു സ്റ്റാച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇങ്ങനെ വിവിധ തരത്തിലുള്ള സാധനങ്ങളെ കണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ ഒരു ഇഷ്ടംപോലെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. വിവിധ തരത്തിലുള്ള മീനുകളുടെ ആയിക്കോട്ടെ, ഡൈനോസേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഓന്തിനെ കുറിച്ചിട്ട് എന്തും ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ ചുമ്മാ പോയി ഒരുത്തൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല, കാശിന് വേണ്ടി ചുമ്മാ പണിയുന്നതല്ല, അവൻ്റെ കംപ്ലീറ്റ് അറിവും കലയും എല്ലാം, അവൻ്റെ കഴിവെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും കണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് പിള്ളേർക്ക്, അതായത് ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സംഭവം തന്നെയാണ് ഇത്. കാരണം നമ്മൾ വിചാരിക്കുന്നതിനകത്ത് എന്താ ഇതിനെ മാത്രം കാണാനുള്ളതെന്ന്. പക്ഷേ കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കര ഒരു അറിവ് തന്നെയായിരിക്കും. കാരണം അവർ പഠിക്കുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട്. നമ്മൾ മുമ്പ് ഒരു ഷാർക്കിൻ്റെ കാര്യം പറഞ്ഞില്ല, അതാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ ഷാർക്കിൻ്റെ കാര്യം പറഞ്ഞില്ല, അതാണ് ഈ വന്നിരിക്കുന്നത്. ഇതിനകത്ത് 2 എമ്മണ്ട സാധനം കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് മേളിൽ ഇതിനകത്തൊരു തീം കൊടുത്തിട്ടുണ്ട്, ഒരു കർഷകൻ മേളിൽ ഇരിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടോ. അപ്പോൾ എല്ലാത്തിനും ഒരു തീമൊക്കെ കൊടുത്ത് എല്ലാം വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞൊരു സബ്ജക്റ്റിലേക്ക് വരാം. പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അവർക്ക് പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടും. തന്നെയല്ലേ മറൈൻ വേൾഡ് കാര്യങ്ങളൊക്കെ അവരെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാവുകയും ചെയ്യും, അവർക്കൊരു അറിവ് വർദ്ധിക്കുകയും ചെയ്യും. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. മാതാപിതാക്കളൊക്കെ സൂക്ഷ്യം കണ്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മുന്നോട്ട് പോകുന്തോറും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വിവിധ തരത്തിലുള്ള മീനുകൾ വന്നുകൊണ്ടേയിരുന്നു. അതിനോടൊപ്പം തന്നെ കലാകാരന്മാരുടെ കലാപരിത അവിടെ വന്നുകൊണ്ടേയിരുന്നു. വിവിധ തരത്തിലുള്ള തീമുകൾ വന്നുകൊണ്ടേയിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചം കേട്ടോ. ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഒറിജിനാലിറ്റി ഉണ്ട്, ഒരു ഫിനിഷിംഗ് ഉണ്ട്. ചുമ്മാ എന്തിനു വേണ്ടി പണിത് വെച്ചിരിക്കുന്നതല്ല, എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒന്നിനൊന്ന് മെച്ചമാണ്. നമുക്ക് എന്തായാലും ഒരിക്കലും ബോറടിക്കാത്തൊരു കാഴ്ച തന്നെയായിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ ആദ്യത്തെ ടിക്കറ്റ് ഞങ്ങളായിരുന്നു, അതുകൊണ്ടാണ് അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത കേട്ടോ. ഒരുപാട് ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് ടിക്കറ്റ് എടുത്ത കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ശരിക്കും ഈ ഒരു കൂട്ടം ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി കേട്ടോ. ഇവരെല്ലാവരും ഒരുപോലെ സൈലൻ്റായിട്ട് അനങ്ങാതെ നിൽക്കും, പോകുമ്പോൾ ഒരുമിച്ച് പോവുകയും ചെയ്യും. എന്താ സംഭവം എന്നറിയാൻ പാടില്ല. ഈ മീനിൻ്റെ പേരേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. മുന്നോട്ട് പോകുന്തോറും പിന്നെയും നമ്മൾ അത്ഭുതപ്പെടുന്ന കാഴ്ചകൾ തന്നെയാണ്. തെരണ്ടി മീനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഈ തെരണ്ടി വിവിധ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇത് ഈ പോകുന്ന തെരണ്ടികളാണെന്ന് പറഞ്ഞാൽ എല്ലാം വിശ്വസിക്കും. ഇതിന് വേറെ എന്തെങ്കിലും പേര് കാണും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. ഇതിൻ്റെ പേര് തെരണ്ടിയും തന്നെയാണ്. ഇതിൻ്റെ എന്തെങ്കിലും ശാസ്ത്രീയ നാമമൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയത് ഈ പവിഴപ്പുറ്റുകളുടെ ഒരു മോഡൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പവിഴപ്പുറ്റുകളൊക്കെ ഉണ്ടാക്കി വെക്കില്ലേ, അങ്ങനെ ഒരു സെറ്റപ്പാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് തോന്നി കേട്ടോ. രസമായിരുന്നു കാഴ്ചകൾ. ഒരു പരിധി വരെ അവരത് വിജയിച്ചിട്ടുമുണ്ട് എന്ന് വേണം നമുക്ക് വിചാരിക്കാനായിട്ട്. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സാധനമാണ് പിരാന. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമ്മൾ പിരാനയെ കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്രൂരനായിട്ടുള്ളൊരു മത്സ്യം, ഇത്രയും മനോഹരമായിട്ടുള്ള വളരെ ശുദ്ധ ജീവികളായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള മത്സ്യങ്ങളെയൊക്കെ കണ്ടിട്ട് പിരാനയെ കാണാൻ നമുക്ക് പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷനിലാട്ടോ പിരാന കിട്ടുക. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ് പിരാനയാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചവരോട് നമ്മൾ കൈയിട്ട് ഇതിനെ കടിക്കുമോ, ഇവരെ നമ്മൾ ചുമ്മാ അറ്റാക്ക് ചെയ്യുമോ, ഇതൊക്കെ നമ്മൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയ്ക്ക് ഉപദ്രവകാരികളൊന്നും അല്ല. നമ്മുടെ കയ്യിലൊരു മുറിവോ കുറച്ച് രക്തമൊക്കെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അറ്റാക്ക് ചെയ്യും, അത് വാസ്തവമാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ് പിരാന എന്ന് പറയുന്നത്. അപ്പോൾ പിരാനയെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൃശ്ശൂർ ചാവക്കാട് മറൈൻ വേൾഡിലേക്ക് വിട്ടോ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും കേട്ടോ. ഒരെണ്ണമല്ല, 1-2 അല്ല, ഇഷ്ടം പോലെ ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പം അതിനോട് യോജിക്കുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു തീമും അവർ കൊടുത്തിരിക്കുന്നത്. പുറകിൽ കൊടുത്തിരിക്കുന്നത് വളരെ ക്രൂരനായിട്ടുള്ള, അതായത് മാംസബുക്കുകളായിട്ടുള്ള ഡൈനോസേഴ്സിൻ്റെയൊക്കെ ഒരു പിക്ചറാണ്, അല്ലെങ്കിൽ ഒരു രൂപങ്ങളാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാച്ചു ആണ് പുറകിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു തീം അവരെ കറക്റ്റായിട്ട് നോക്കി തന്നെ കേട്ടോ ചെയ്യുന്നത്. ശേഷം നമ്മൾ മുന്നോട്ട് പിന്നെയും പോകുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ഹിപ്പോളെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചങ്ങ് നമ്മളോട് ചേട്ടാ അത് ശരിക്കും ഒറിജിനൽ ഹിപ്പയാണെന്ന് പോലും പുള്ളി ചോദിച്ചു പോയി. അത്രയ്ക്ക് ഒറിജിനാലിറ്റി ആയിട്ട് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞില്ല, ആരാപ്പായ്മയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അതായത് കിലോ തൂക്കം കൂടിയത് വരുമെന്ന്. അപ്പം ഈ കിടക്കുന്ന അതല്ലെങ്കിൽ ഈ ഒരു ആർച്ചിനകത്ത് ഓടി നടക്കുന്ന കേട്ടോ ഏറ്റവും വലുത്. അപ്പോൾ ഇതാണ് ഏറ്റവും തൂക്കം കൂടിയത്. അപ്പം നമ്മൾ അവിടുത്തെ ചേച്ചിയോട് ചോദിച്ചതിനകത്ത് ഏറ്റവും തൂക്കം കൂടിയത് ഏതാണെന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ പുള്ളിക്കാരി ഒരു കാര്യം നമ്മളോട് പറഞ്ഞു തന്നത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇവരുടെ ഒരു ചെതുമ്പലിന് ഒരു ബുള്ളറ്റ് പ്രൂഫിനേക്കാൾ അധികമായിട്ട് പവർ ഉണ്ട് എന്നുള്ളത്.
അത് എത്രത്തോളം വാസ്തവമാണെന്ന് നമുക്കറിയില്ല. അതറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ നമ്മൾ അറിയിച്ചു തരണം കേട്ടോ. കാരണം നമ്മൾ തെറ്റായിട്ടുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അത് തിരുത്തണമല്ലോ. അതുകൊണ്ട് അപ്പോൾ അവർ പറഞ്ഞതാണ്, നമുക്കറിയില്ല. ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പം അവിടുന്ന് ഏകദേശം നമ്മുടെ സെക്ഷൻ്റെ കാര്യങ്ങളൊക്കെ തീരാറായി കേട്ടോ. കാഴ്ചകളൊക്കെ ഏകദേശം അവസാനിക്കാറായി. നമ്മൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗത്തിലേക്ക് വന്നു. ഇത്രയൊന്നും അല്ല കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ ഒരു ലെങ്ത് കൂടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനായിട്ട് കുറേയൊക്കെ വെട്ടിക്കുറച്ച് അത്യാവശ്യം വേണ്ടത് മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. നമ്മൾ ഒരു പരിധി വരെ മുഴുവൻ വീഡിയോ ഇടുകയാണെങ്കിൽ ഒരു ചുരുങ്ങിയതൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വീഡിയോ ഇടാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മറൈൻ വേൾഡിൻ്റെ അകത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാഴ്ചകളൊക്കെ കണ്ടു മതിയാക്കി, അകത്തെ കാഴ്ചകളൊക്കെ കണ്ടു മതിയാക്കി പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ചിൽഡ്രൻസ് പാർക്ക് കാര്യങ്ങളുണ്ട്. പുറത്തൊരു കോഫി ഷോപ്പുണ്ട്, ഒരു ഐസ്ക്രീം പാർലറുണ്ട്. ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാം. അതിന് ശേഷം നമുക്ക് നേരെ ഫിഷിനെ ഫീഡ് ചെയ്യാനായിട്ട് പോകാം. അതായത് മത്സ്യങ്ങൾക്ക് നമുക്ക് തീറ്റ കൊടുക്കാനായിട്ട് പോകാം. നമുക്ക് അവർക്ക് തീറ്റ കൊടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മുടെ കൈ നമ്മൾ മസ്റ്റായിട്ട് കഴുകിയിരിക്കണം. അവർ നമുക്ക് തീറ്റ തരും. ആ തീറ്റ നമുക്ക് ഇതുപോലെ കൊണ്ടുവന്നിട്ട് മീൻ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ചിലർ കയ്യിൽ വെച്ച് കൊടുക്കും കേട്ടോ. അവർ കൈക്കകത്തുനിന്ന് ഒന്ന് കൊത്തിയെടുത്തുകൊണ്ട് പോകും. എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുത്തേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മുടെ ചങ്ക അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, കൈ വെച്ച് കൊടുക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തെറി വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ഒരു കഷ്ണം മാത്രം കിട്ടിയ ഒരു മീനിൻ്റെ വായിലിടാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തു. പണി പാളിപ്പോയി, നടന്നില്ല. കൈ വെച്ച് കൊടുക്കാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ടോയ് ട്രെയിൻ കാണുന്നുണ്ട്. അത് ശരിക്കും പറയുകയാണെങ്കിൽ മറൈൻ വേൾഡ് എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. രസമായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കേട്ടോ. അടിപൊളിയൊരു അനുഭവമായിരുന്നു. എന്തായാലും കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മളിനിയിപ്പോൾ ഇവിടുത്തെ പരിപാടി നേരെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിച്ചു തരണം കേട്ടോ. അപ്പോൾ യാത്രയെ സ്നേഹിക്കുന്നവർക്കായിട്ട് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം ഇവിടെ പറയുന്നത് ഞാൻ സിജോ നല്ലാപ്പാറയാണ്. കൂടെ തന്നെ ചങ്ങണ്ട ആലന്തിരമല്ല. എല്ലാവർക്കും ബൈ ബൈ.